കശ്മീരിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. അവിടെയുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മൂടിക്കെട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സൈന്യവും പോലീസും അവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. അവരുടെ പ്രതിസന്ധിയിൽ അവരുടെ കൂടെ നിൽക്കാനാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കന്മാരും ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ശ്രീനഗറിലെത്തിയതും കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പെട്ടെന്ന് കടന്നു വന്ന ഉദ്യോഗസ്ഥർ പറയുന്നു, ഒരു നേതാവും ഒരിക്കലും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു പോകരുത്, ഒരു വാക്കുപോലും മിണ്ടാൻ പാടില്ല. മാധ്യമപ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നു. ഇടയിൽ ഒരു മാധ്യമപ്രവർത്തക രാഹുൽ ഗാന്ധിയോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ മാധ്യമപ്രവർത്തകയെ പരസ്യമായി ഉദ്യോഗസ്ഥർ ആക്രമിക്കുന്നു. എന്തോ ഭയപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും. BJPയുടെ നേതാവും ഇപ്പോൾ കശ്മീരിലെ ഗവർണറുമായിട്ടുള്ള സത്യപാൽ മാലിക് പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? സത്യപാൽ മാലിക്കാണ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത്. കശ്മീർ വിഷയത്തിൽ വലിയ രോഷം പ്രകടിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിനെതിരെ ഗവർണർ രംഗത്ത് വരുന്നു. കശ്മീരിൽ ഒരു പ്രശ്നവുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫ്ലൈറ്റ് അയച്ചു തരാം, ആ ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് വന്ന് കശ്മീരിലെ സ്ഥിതിഗതികൾ അറിഞ്ഞാൽ നല്ലത് എന്നാണ് സത്യപാൽ മാലിക് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചു പറഞ്ഞു, ഫ്ലൈറ്റ് ഒന്നും അയക്കേണ്ടതില്ല, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാതിരുന്നാൽ മതി എന്ന്. എവിടെ പോയി സത്യപാൽ മാലിക്? ഗവർണർ ആണാണെങ്കിൽ അവരെ കശ്മീരിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക, അതല്ലാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കാൻ മുന്നോട്ട് വരരുത്. അന്ന് തന്നെ നിങ്ങളുടെ വെല്ലുവിളിക്ക് രാഹുൽ ഗാന്ധി ശക്തമായ മറുപടി നൽകിയിരുന്നു. ആ മറുപടിയിൽ വ്യക്തമായ ഒരു കാര്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാതിരുന്നാൽ മതി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പാടില്ല, നേതാക്കന്മാരെ തടഞ്ഞു വെച്ചിരിക്കുന്നു. എവിടെ പോയിരിക്കുകയാണ് സത്യപാൽ മാലിക്, അതായത് കശ്മീരിലെ ഗവർണർ? വെല്ലുവിളിയാകാം നേതാവേ, അത് രാഹുൽ ഗാന്ധിയോട് വേണ്ട. കാരണം അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നതിന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ കശ്മീരിലെ ഭരണകൂടം എടുത്ത നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കഷ്ടപ്പെടുന്ന ജനങ്ങളെ കാണാൻ എന്ത് പ്രതിസന്ധിയാണ് നേതാക്കന്മാർക്കുള്ളത്? അവരെ കണ്ട് അവരുടെ പ്രയാസങ്ങൾ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ യഥാർത്ഥ പച്ചയായ നിറം പുറത്തു വരുമെന്നുള്ള ഒരു ഭയമാണ് നിലവിൽ പ്രതിപക്ഷ നേതാക്കന്മാരെയും രാഹുൽ ഗാന്ധിയെയും തടഞ്ഞു നിർത്തിയത് കൊണ്ടുള്ള ഉദ്ദേശം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.